നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിലാണ്. ചരിത്രത്തിൽ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത് വായിച്ചു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഗേഴ്സ്, അയ്യർ ഫാമിലിയാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ സ്വന്തം ജില്ല എറണാകുളത്ത് മട്ടാഞ്ചേരിയിലേക്കാണ്. പുരാതന ചരിത്രം ഉറങ്ങുന്ന മണ്ണ്. അവിടെ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള ഹാർബർ പാലത്തിലൂടെയാണ് നമ്മുടെ യാത്രയ്ക്ക് തുടക്കം. 1938 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണികഴിപ്പിച്ച പാലമാണിത്. പാശ്ചാത്യ ശൈലി നിർമ്മിച്ച ഈ പാലത്തിന്റെ പ്രത്യേകത കപ്പലുകൾ വരുമ്പോൾ ഈ പാലം ഉയർത്തി കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരിയിലെ കാഴ്ചകൾക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ആദ്യമായി എത്തിയത് മട്ടാഞ്ചേരി പള്ളിയിലാണ്. ജൂതപ്പള്ളി അല്ലെങ്കിൽ പരദേശി സിനഗോഗ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കൊച്ചിയിലെ മട്ടാഞ്ചേരി പള്ളി. നമ്മുടെ അങ്ങോട്ടത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ കല്ലൊക്കെ വിരിച്ച വഴിയാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഈ പള്ളിക്ക് മുന്നിലാണ് ജൂത സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒരു തെരുവ്, ഒത്തിരി കച്ചവടക്കാർ, ഒത്തിരി വെറൈറ്റി ഐറ്റംസ് അവിടെ കാണാൻ പറ്റി. കുറെ ആന്റിക് ഐറ്റംസ്, ക്രാഫ്റ്റ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, സുഗന്ധദ്രവ്യങ്ങൾ, ഒത്തിരി പെയിന്റിങ്സ്. ശരിക്കും ഒരു ബിനാലേക്ക് ചെന്ന പ്രതിനിധി. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലാണ് അവിടെ കച്ചവടങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരിടമാണ്. പുരാതന യഹൂദ ആരാധന കേന്ദ്രം. മലബാർ യഹൂദരാണ് ഈ പള്ളി പണികഴിപ്പിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നൊരു സിനഗോഗാണിത്. അപ്പോൾ നമുക്ക് അതിനകത്തെ കാഴ്ചകളിലേക്ക് ചെല്ലാം. വളരെ മനോഹരമായൊരു പള്ളി, നല്ലൊരു അന്തരീക്ഷം. നമ്മൾ കൊച്ചിയിലാണ് ജനിച്ചു വളർന്നെങ്കിലും ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ ചെല്ലുന്നത് കേട്ടോ. ആ പള്ളി വളരെ ഭംഗിയായിട്ട് തോന്നി. ശരിക്കും നമ്മൾ കൊച്ചിക്കാർ കണ്ടിരിക്കേണ്ട ഒരു പള്ളി തന്നെയാണ്. കൊച്ചിക്കാർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. 100 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പള്ളിക്ക്. നിരവധി അപൂർവ പുരാതന വസ്തുക്കൾ ഈ പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊച്ചി രാജാവാണ് ഈ പള്ളി വെക്കുന്നതിനായി ഭൂമി നൽകിയത്. മതസഹിഷ്ണുത വിളിച്ചോതുന്ന തരത്തിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം. ഈ പള്ളിയോട് തൊട്ടടുത്ത് തന്നെ മതിൽ ചേർന്നാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതിനോടടുത്ത് തന്നെ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. സീലിംഗിൽ തൂക്കിടക്കുന്ന ഈ ഗ്ലാസുകൾ കാണുന്നില്ല ഗൈസ്, ഇതൊക്കെ 19ാം നൂറ്റാണ്ടിൽ ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ളതാണ്. അപൂർവമായ ഒത്തിരി കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ തുറന്ന ജനാലകൾ, നിലവിളക്കുകൾ. എനിക്ക് ഈ പള്ളിയുടെ അകമൊക്കെ കാണുമ്പോൾ നമ്മുടെ എസ്ര സിനിമയായിട്ട് ഓർമ്മ വരുന്നത്. പൃഥ്വിരാജ് അഭിനയിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പള്ളിമുറിയുടെ മധ്യത്തിൽ കാണുന്ന ഈ പിച്ചള പാളങ്ങളുള്ളത് ഒരു പ്രസംഗ പീഠമാണ്. ഇതിനകത്തായി പ്രാസംഗികൻ ഇരിക്കാൻ തരത്തിൽ ഒരു ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിമനോഹരമായ തൂണുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നു. ചൈനയിൽ നിർമ്മിച്ച ചിത്രപ്പണികളോട് കൂടിയ ടൈലാണ് ഈ കാണുന്നത്. 256 ടൈലുകളാണ് ഇവിടെ പാകിയിരിക്കുന്നത്. ചരിത്രവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്രം മനസ്സിലാകും. മൊത്തം ഇത്തരത്തിലുള്ള 10 ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തോട് താല്പര്യമുള്ളവർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ജൂതത്തെരുവിലെ കുറച്ച് കാഴ്ചകൾ. അവിടെ നിന്ന് നമ്മൾ പോയത് ജൂത സെമിത്തേരിയിലേക്കാണ്. അവിടെ അകത്ത് പ്രവേശനമില്ല. നമ്മൾ പുറത്തുനിന്ന് പറ്റാവുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പടിപ്പുരയിലൂടെയാണ് പാലസിലേക്കുള്ള പ്രവേശനം. ഇപ്പോൾ പുരാവസ്തു വകുപ്പിന് കീഴിലാണ് ഈ പാലസ്. കയറാൻ ചെറിയൊരു എൻട്രി പാസ് ആവശ്യമുണ്ട്. 5 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതിനകത്ത് ഒത്തിരി പുരാവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ക്യാമറയിൽ വീഡിയോസ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ്, മ്യൂറൽ പെയിൻറ്റിംഗ് അല്ലാത്തടത്ത് ഫോട്ടോസ് എടുക്കാം. പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്കും തലപ്പാവും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.